ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു നെക്സോൺ എക്സംസിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണാനായിട്ട് പോകുന്നത്. നമ്മളൊരു 2.5 കൊല്ലം മുമ്പ് ഇതിൽ A to Z വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സം വേരിയന്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റീരിയോ ചെറിയൊരു ടൈപ്പ് ആയിരുന്നു. അതേപോലെ തന്നെ സീറ്റ് കവേഴ്സ് ഉണ്ടായിരുന്നു, ഫ്ലോർ മാറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്പീക്കേഴ്സിന്റെ ട്യൂട്ടേഴ്സ് ടാറ്റയുടെ ആ ഒരു സെയിം ഇതിൽ എക്സമിലായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചെറിയ സ്പീക്കേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ട്യൂട്ടേഴ്സ് ഉണ്ടാവില്ല. ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഡോർ പേഡിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ട്യൂട്ടേഴ്സ് ഒക്കെ നമ്മൾ ബൂട്ട്മന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ട് ആ ട്യൂട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ അന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന സ്റ്റീരിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന ആംബിയൻസ് ലൈറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം DRL ഫോഗ് ലാമ്പ്, ഹോണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ DVR കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ലീവിന് വന്നിട്ട് നമ്മൾ വണ്ടി നേരെ നമ്മളെടുത്ത് കൊണ്ടുവരുന്നായിരുന്നു. പിന്നെ നമ്മൾ 1 കൊല്ലം മുമ്പ് ഒരു ഗ്രാഫീൻ കോട്ടിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ സർവീസും കൂടിയാണ് ഇപ്പൊ ഈ ഒരു ആഴ്ച കേട്ടോ. അപ്പൊ അതൊക്കെ ചെയ്യാനായിട്ട് വന്നപ്പോ നമ്മൾ ഇതിൽ ഒരു ഓഡിയോ സിസ്റ്റം അങ്ങോട്ട് മാറ്റി ചെയ്യാന്ന് വിചാരിച്ചു. ഇതിന്റെ ഓഡിയോ സിസ്റ്റം അങ്ങോട്ട് മാറ്റിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ഹർമന്റെ സ്പീക്കേഴ്സ് നിങ്ങളിപ്പോ കാണാനായിട്ട് പോണത് ഇതാണ്. നമ്മളെ ഹർമന്റെ ആ ഒരു സ്പീക്കേഴ്സ്, ഇതിന്റെ ടാറ്റ നെക്സോണിലൊക്കെ വരുന്ന ആ ഒരു സ്പീക്കേഴ്സ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു കുഴപ്പം എന്ന് പറയുകയാണെങ്കിൽ ചെറിയ വോളിയത്തിലൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇത്തിരി കൂടി വോളിയം ഹൈ ചെയ്യുമ്പോൾ ഇതിന്റെ ക്ലാരിറ്റി പറ്റേ അബദ്ധമായി ഫീൽ ചെയ്യാണ്. എന്റെ കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹർമന്റെ സ്പീക്കേഴ്സ് ആണ്, വലിയ കുഴപ്പം ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹർമന്റെ കമ്പനി വരുന്ന നെക്സോണിൽ കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഗ്രാഫിൻ കോട്ടിങ് ചെയ്യാനായിട്ട് വന്നപ്പോ നമ്മളെ പാട്ട് കേൾപ്പിച്ചപ്പോ ഭയങ്കര ക്ലാരിറ്റി കുറവാണ് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്പീക്കേഴ്സ് മാറ്റിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ ESB ഓഡിയോടെ 1000 സീരീസ് ആയിട്ട് വരുന്ന ഈ ഒരു സ്പീക്കേഴ്സ് ആഡ് നമ്മളെ ബെഞ്ചിലൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഒരുവിധം റീൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്രയ്ക്കും ക്ലാരിറ്റി നമ്മൾ ഓഡിയോ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ്. പൈസയും വലിയ രീതിയിൽ ഇല്ലാത്തൊരു സ്പീക്കേഴ്സ് തന്നെയാണ് ESB ഓഡിയോ. അപ്പൊ അത് ഫ്രണ്ട് ഡോറിൽ കോമൺ സ്പീക്കേഴ്സ് നമ്മൾ 2-way സ്പീക്കേഴ്സ് മാത്രമേ ഉള്ളൂ, കോവാക്സിൽ ESB ഓഡിയോ വന്നിട്ടില്ല. അപ്പൊ ഇത് 2-way സ്പീക്കർ, കോമൺ സ്പീക്കർ നമ്മൾ ഫ്രണ്ട് ഡോറിൽ ആഡ് ചെയ്തിട്ട് അതേപോലെ തന്നെ ബാക്കിൽ നമ്മളെ ഒസൈലിന്റെ സ്പീക്കേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഒസൈലിന്റെ സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ക്ലാരിറ്റി കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങളെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കേൾപ്പിക്കാറുണ്ട്. ഇതിലുണ്ടായിരുന്ന സ്റ്റീരിയോ ഉണ്ടോ, ഒരു നോർമൽ സ്റ്റീരിയോ ആണ്. അന്ന് നമ്മൾ ഓർത്തം ബ്രാൻഡിന്റെ സ്റ്റീരിയോ ആഡ് ചെയ്തായിരുന്നത്. 2 വർഷം വാറന്റി ഉണ്ട്, അത് ഗ്യാരണ്ടി കഴിഞ്ഞു കേട്ടോ. ഈ ഒരു സ്റ്റീരിയോയിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്റ്റീരിയോ പോലെ തന്നെ ഫീച്ചേഴ്സും പ്രോസസ്സറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ ലാഗ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എന്തായിട്ട് ആ ഒരു സ്റ്റീരിയും കൂടി അങ്ങോട്ട് മാറ്റി കളയാൻ പറഞ്ഞു. അപ്പോൾ അന്നത്തെ ആ ഒരു ടൈമിൽ നമ്മൾ ഏകദേശം ഒരു 12 രൂപ റേഞ്ചിലുള്ള സ്റ്റീരിയോ ആണ് ഇതിൽ ചെയ്തു കൊടുത്തായിരുന്നത്. ക്യാൻവസ് യൂണിറ്റ് സെപ്പറേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മളൊരു കിഡിലൻ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഓഡിയോ ബ്ലിക്സിന്റെ ഒരു വെറൈറ്റി സ്റ്റീരിയോ ആണ്. നമ്മൾ ഈ ഒരു ടൈപ്പിലുള്ള ഫ്രെയിമിലുള്ള സ്റ്റീരിയോ അല്ല കേട്ടോ നമ്മൾ ആഡ് ചെയ്യാൻ പോണത്. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡുള്ള ഒരു കിട്ടിക്കാച്ചി സ്റ്റീരിയോ, ഓഡിയോ ക്വാളിറ്റി അതേപോലെ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ വേറെ ലെവലായിരിക്കും. റേറ്റ് ഇത്തിരി കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മളെ ഈ ഒരു ESB ഓഡിയോയുടെ സ്പീക്കേഴ്സും അതേപോലെ തന്നെ നമ്മൾ ഒസൈലിന്റെ ബാക്ക് ഡോറിൽ ചെയ്യുന്ന സ്പീക്കേഴ്സും നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്, ഈ ഒരു ബിൽഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളെ പയനിയറിന്റെ 1000 വാട്ട് വരുന്ന ആമ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള, ഇത്രയും വാട്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു ആമ്പും സ്പീക്കേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും വൈബ്രേഷൻ വരും എന്നുള്ളത്. അപ്പൊ ആ ഒരു വൈബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉള്ളതിലും നമ്മളെ സ്റ്റോക്ക് ഉള്ളതിലും വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഓസൈലിന്റെ ആ ഒരു പ്രീമിയം ഡാമ്പിംഗ് ഷീറ്റ് ആണ് ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. അപ്പൊ അതെന്തായിട്ടും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ നമുക്ക് പുറത്തുനിന്നുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയും കേട്ടോ ഉള്ളിലേക്ക് ഡാമ്പിംഗ് ഷീറ്റ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ എത്ര വലിയ സ്പീക്കേഴ്സ് ആഡ് ചെയ്യുന്നല്ല കേട്ടോ, അത് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് രീതികളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു സ്പീക്കേഴ്സ് ചില വീഡിയോസിലൊക്കെ കാണാറുണ്ട്, ഡയറക്റ്റ് വെറുതെ തകിടുമ്പോ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. ഇത് ഏകദേശം 13,000 റേറ്റ് വരുന്ന സ്പീക്കേഴ്സ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത്. ഒസൈൽ നമ്മൾ 10,500 ഇൻസ്റ്റാളേഷൻ അടക്കം കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഇത്രയും പ്രീമിയം ആയിട്ട് വരുന്ന സ്പീക്കേഴ്സ് ആഡ് ചെയ്യാന്നുള്ളതല്ല, അത് ഫിറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അല്ലാണ്ട് വെറുതെ തകിടുമ്പോ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ക്ലാരിറ്റി ഒന്നും ഒരിക്കലും കിട്ടൂല. അത് നോർമൽ സ്പീക്കേഴ്സിനെക്കാട്ടും 10 അബദ്ധമായിരിക്കും. അപ്പോൾ ഇതിൽ ഡാമ്പിംഗ് ഷീറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് എങ്ങനെയൊക്കെയാ ചെയ്യുന്നുള്ളതും അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ആംബ് ഫിറ്റ്മെന്റും അതേപോലെ വയറിംഗ് കിറ്റ് ഞാൻ പറയാൻ മറന്നുപോയി. ഇതിൽ ചെയ്യണ വയറിംഗ് കിറ്റ് സ്കോഷിന്റെ വയറിംഗ് കിറ്റ് നമ്മൾ ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ചെറിയ സബ്ബാണെങ്കിൽ നമ്മൾ സ്കോഷിന്റെ പ്രീമിയം 650 വാട്ട് വരുന്ന ആ ഒരു വയറിംഗ് കിറ്റ് ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ ഹെവി വർക്കിനൊക്കെ വരുമ്പോൾ 1200 വാട്ട് വരുന്ന കോഷിന്റെ തന്നെ ആംബിക്കിറ്റ് വരാറുണ്ട്. പക്ഷെ ഇടത്തരം ഇതുപോലത്തുള്ള വർക്കിനൊക്കെ ഏറ്റവും നല്ല 650 വാട്ട് തന്നെയാണ്. ഏകദേശം 2,900 രൂപ
റേഞ്ച് വരുന്നത്. 3000 എടുത്താണ് ആ ഒരു ആംബിക്കറ്റ് വരുന്നത്. നമ്മൾ കുറഞ്ഞ ആംബിക്കറ്റ് ഒരിക്കലും ഇടാണ്ടിരിക്കുക, കാരണം 800-600 ഒക്കെ വരുള്ളൂ. പക്ഷെ എന്ന് വെച്ചാൽ 2.5 മാസം ആകുമ്പോഴേക്കും അതിന്റെ ഉള്ളിൽ പൂപ്പിൽ വന്നിട്ട് ആ സാധനം കട്ടാവും, ഉറപ്പാണ്. ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഓഡിയോ കട്ടാവാനും അതേപോലെ തന്നെ ആ ഒരു വയറിങ് സ്പാർക്ക് വന്നിട്ട് നമ്മുടെ കമ്പനി വയറിങ്ങിലേക്ക് കുഴപ്പം വരാൻ ചാൻസ് ഉണ്ട്. അത് ഒരുപാട് പേർക്ക് അറിയില്ല. അവര് സബ് വലിയ പൈസ 10,000 രൂപ 10,000 രൂപ വാങ്ങിച്ചിട്ട് പക്ഷെ ആംബിക്കറ്റ് 800 രൂപ വാങ്ങിച്ചിട്ട് ആഡ് ചെയ്യാൻ പതിവിട്ട. ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഹമ്മിങ് സൗണ്ട് ഒക്കെ ഒരുപാട് അധികം വരും. പിന്നെ ഈ ഒരു വണ്ടിയിൽ നമ്മൾ സീറ്റ് കവേഴ്സ് ഒരു 2.5 കൊല്ലം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് ഒരു വൈറ്റും ബ്ലാക്കും ഡിസൈൻ ആയിട്ട് ഒരു കോമ്പിനേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിസൈൻ കസ്റ്റമറിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സോണിന്റെ ഓയിൽ ഫിറ്റ്മെന്റ് ആയിട്ട് വരുന്ന ഒരു സീറ്റ് കവർ നമ്മൾ ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഡോറിൽ ഞാൻ പറഞ്ഞു പഴയ ടൈപ്പ് ഒരു ആംബിയൻസ് ലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ട്യൂബ് ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയൊന്നും ചെയ്യാത്ത ടൈപ്പാട്ടോ. അത് റിമോട്ട് വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. അന്നത്തെ 2.5 കൊല്ലം മുമ്പ് നമ്മൾ ചെയ്തു കൊടുത്തായിരുന്നത്. ഇപ്പോ കാലം മാറി, അതേപോലെ തന്നെ കോലം മാറിയ പോലെ തന്നെ ആംബിയൻസ് ലൈറ്റും LED ആയി. അതേപോലെ തന്നെ ഒരുപാടധികം മോഡുള്ള പ്രീമിയം ക്വാളിറ്റി ആംബിയൻസ് ലൈറ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്യാറുള്ളത്. അപ്പൊ അത് ഈ ഒരു നെക്സോൺ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ വയറിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്റ്റീരിയോ ജസ്റ്റ് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ കാണാനായിട്ട് പോണത് കേട്ടോ. അപ്പൊ ഇതിന്റെ സ്റ്റീരിയോ വെറുതെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. XM XCയിൽ നമുക്ക് വെറുതെ കപ്ലർ വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. പക്ഷെ XMS ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതിന്റെ ടാറ്റയുടെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഒരു ക്യാൻവസ് യൂണിറ്റ് ആഡ് ചെയ്യണം. അപ്പൊ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഓഡിയോ ബ്ലിക്സിന്റെ സ്റ്റീരിയോ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു പുതുമ ഫീൽ ചെയ്യും കേട്ടോ. ഡാഷ്ബോർഡിൽ നോർമലി നമ്മൾ ആൻഡ്രോയിഡ് വെച്ചിട്ട് ഒരു ബോക്സി ടൈപ്പ് വരിക. ഇത് പക്ഷെ അങ്ങനെയല്ല, ഇത്തിരി ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡിസ്പ്ലേ ആണ്. ബെൻസിനൊക്കെ നമ്മൾ 360 ഒക്കെ ചെയ്യുമ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റീരിയോ നിങ്ങളിപ്പോ കാണാനായിട്ട് പോണത്. അപ്പൊ എന്നിട്ട് നമ്മൾ വീഡിയോക്ക് പോവാം. Lock the door.